Guys, today we are going to play Rivals. എൻ്റെ പണ്ടേ പഴയ ചാനലിൻ്റെ ഇമെയിൽ എന്തോ പോയിട്ട് എനിക്ക് കിട്ടല്ല. അപ്പം ഈ ചാനലിലെങ്ങാനും സപ്പോർട്ട് ചെയ്യണം. കണ്ടാ ശരി കണ്ടില്ലേ? ശരി ഫസ്റ്റ് വീഡിയോ ആയ കാരണം ഫസ്റ്റ് ലൈക്ക് ചെയ്യാം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെന്താ ചെയ്യുക? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെന്താ ചെയ്യണ്ട? പിന്നെ ഒന്നും ചെയ്യണ്ട പ്ലീസ്. ഈ വീഡിയോ എൻ്റെ ടൈറ്റിൽ എന്താണോട് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഞാൻ പോയി ഇടും. കാരണം ഞാൻ ഒരു പാവമാണ്. ഞാൻ പിന്നെ ദ ക്രോസ് ബോ ഡീമൺ ഞാൻ എന്താ പറഞ്ഞു കാണിച്ചു തരാം. എൻ്റെ ക്രോസ് ബോൻ്റെ കളി നിങ്ങൾ കണ്ടിട്ടില്ലല്ലേ? എല്ലാവരും വിചാരിച്ച സ്നൈപ്പറാണ് നല്ലത്. ബാക്ക്ഗ്രൗണ്ട് കൊടുത്താൽ ഞാൻ ലീവ് ചെയ്യും. അപ്പം എടുക്കരുത്. ബ്രിഡ്ജ് കുഴപ്പമില്ല. But everybody strong. The best weapon in the game is crossbow. ഈ മാപ്പിൽ എനിക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ക്രോസ്ബോ ഏറ്റവും ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പൊട്ടനെ പോലെ മിണ്ടാനടിക്കട്ടെ. ഇതാണ് ക്രോസ് ബോ. നൈഫ് എല്ലാവരും ഇങ്ങനെ സ്നൈപ്പറിനെ പൊക്കി പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് എന്തിനാന്ന് അറിഞ്ഞൂടാ. അതാണ് എന്തോ GTA ഇന്ത്യയിലായിട്ടാണ് എന്തൊക്കെയോ കാണിക്കണത്. പക്ഷെ എല്ലാവരും എന്തുകൊണ്ടാണ് അതിനുള്ള അർഹിക്കണ ഇത് കൊടുക്കാറില്ല. ഒന്ന് ആരും എവിടെ പൊട്ടനുള്ള അതിനർഹിക്കുന്ന എന്താ പറയുക, അതിനർഹിക്കുന്ന ബല ആരും കൊടുക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ മനസ്സിൽ ക്രോസ് ബോ തന്നെയാണ് സ്നൈപ്പറിനെയും കാട്ടി നല്ലത്. കണ്ടാ അവനെ ഞാൻ എത്രയും പെട്ടെന്ന് കൊന്ന്. അത്രേ ഉള്ളൂ ഇവനൊക്കെ എൻ്റെ ക്രോസ് ബോ കുട്ടീൻ്റെ മുമ്പിൽ. അയ്യോ മാറിപ്പോല. നിങ്ങൾക്ക് ക്രോസ് ബോ ഉപയോഗിക്കുന്നവരാണെങ്കിൽ സത്യം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇവനെ കൊല്ലട്ടെ പറഞ്ഞുതരാം. ഞാൻ കുറച്ച് പ്രോ അല്ലേ റൈവൽസിൽ, കുറച്ച് സീനല്ലേ. അടുത്ത വീഡിയോ ജുജുത്സു ഷെനാനിഗൻസിലായിരിക്കും. ആദ്യം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ എന്നിട്ട് AFK അകത്ത് എൻ്റെ ഡെയിലി ടാസ്ക് എല്ലാം ഞാൻ തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ മോൻ ലീവ് ചെയ്ത്. നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ സ്ക്രീനിൽ 4:10 വരെ കാണുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നമാണ്. ഞാൻ പാവം കൊച്ചായ പിന്നെ ഒത്ത് ക്ഷമിക്കണം. വേണ്ട കുറച്ച് സീനാണ് ആള്. അവന് സീനല്ല തരാ. ഇവ സീനല്ല. ഈ കോടലടിച്ച് എൻ്റെ പൈസ എല്ലാം തീർന്ന്. കൊല്ലാൻ പറ്റുമോ? ഞാനിതെടുക്കാം. സാൻഡ് ബോക്സ് ആണ് എനിക്ക് ഏറ്റവും നല്ലത്. ക്രോസ് ബോ മാപ്സ് നോക്കുന്നുണ്ടെങ്കിൽ സാൻഡ് ബോക്സ് ആയിരിക്കും ഏറ്റവും നല്ലത്. കാരണം പറയേണ്ട ആവശ്യമില്ല. എനിക്ക് മിക്കവർക്കും അറിയാം സാൻഡ് ബോക്സ് എന്താ നല്ലതെന്ന്. സാൻഡ് ബോക്സിൽ ഇങ്ങനെ പറഞ്ഞുതരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ക്രോസ് ബോ യൂസ് ചെയ്യാൻ നല്ല സ്മൂത്താണ്. ക്രോസ് ബോ കൊണ്ട് സ്ലൈഡ് ഡാഷ് കണ്ടാ ബെസ്റ്റ് ക്രോസ് ബോ മാപ്പാണ്. നിങ്ങൾ ക്രോസ് ബോ പ്ലെയർ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ വെറുതെ പോയിക്കാട് ആപ്പ് ചെയ്യണം തന്നെ. എൻ്റെ സ്നൈപ്പർ ഉണ്ട്. അപ്പം എനിക്ക് എന്ത് ചെയ്യും? അതിനകത്ത് കാണിച്ചാ അവൻ്റെ സ്നൈപ്പർ ഉണ്ട്. പക്ഷെ അവൻ എന്നെ കൊല്ലാൻ പറ്റില്ല. കാരണം എന്താണ്? കൊന്നു. അതെങ്ങനെ കൊന്ന്? റിവെഞ്ച് ടൈം ഗായ്സ്.
ബാം. വിട്ടേ. ഞാൻ സ്ലൈഡ് ഡാഷ് ചെയ്യാം. അതെന്താണ്? ചിലപ്പോൾ നിങ്ങളുടെ എല്ലാം ഇടി കൂട്ടാ. ഓടെങ്ങനെ വന്നേ കാണിച്ചാലോ ഞാനാരാ മോന്ന്. നഗരനെ ജമ്പ് ചെയ്യൂല. ഇതിനൊക്കെ ഭയന്നു പോ പെട്ട വേടാ അവനില്ലേ നഗരനെ ജമ്പ് ചെയ്യാ. ഇപ്പൊ ഒന്ന് അയ്യോ ഇങ്ങോട്ടെടുക്കാൻ സമയമുണ്ടാ? സമയമില്ല. ഇങ്ങോട്ടെടുക്കാൻ പാവത്തിന് സമയം ഉണ്ടായില്ല. നൈഫ് എടുത്താടാ. അടവില്ല. നീയാണ് ഒരു പില്ല. കാണിച്ചരാ ഈ സ്നോയ ഈ ലോകത്ത് എന്തിനാണ് വന്നു ചെയ്പ്പോട്ടനെ കൊല്ലാനാണ്. എൻ്റെ പഴയ ചാനൽ പോയതിന് എനിക്ക് നല്ല വിഷമമുണ്ട്. കുറേ സബ്സ്ക്രൈബറൊന്നുമില്ല. എന്നാലും ഒരു ചാനലുണ്ടാവുള്ളൂ. അതും പോയി. ഒരടിയും കൂടി ഉണ്ടാവുള്ളൂ. ചത്ത് ഈ റൗണ്ട് കിട്ടും. നമുക്ക് കിട്ടും. ഒന്നും കിട്ടും ഉറപ്പല്ലേ? അവിടെ തന്നെ ഒന്നോ ഗ്രനേഡാ. ഒരടിയും കൂടി ഉണ്ടാവുള്ളൂ. ചത്ത്. ഞാൻ റൈവൽസിലൊരു കിങ്ങാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അടുത്ത വീഡിയോ ജേജസ് കളിച്ച് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലാം കളിച്ച് ജേജസിൽ ഭയങ്കര ശമ്പോയി. പിന്നെന്ത് ചെയ്യും എനിക്കറിയൂടാ. എന്നോട് പറയണ്ട. റൊണാൾഡോ മെസ്സി ഈ പൊട്ടെ മടിവനെങ്ങനെ എന്നെ തോപ്പിച്ചിക്കണ ഇത് കളിപ്പ എന്നാരാ വാച്ചണ. സ്പെക്ടേറ്ററുണ്ടായിട്ട് ഒരാൾ നമുക്ക് ഫാൻസൊക്കെ ഉണ്ട്. ഈ മാസമാണോ കഴിഞ്ഞ മാസമാണോ അറിയൂടാ. പക്ഷേ ആരോ വന്നിട്ട് എന്നോട് ചോദിച്ച് ബ്രോ ഐ ആം യുവർ ഫാൻ എന്ന്. അപ്പം ഞാൻ പറഞ്ഞ് പണ്ടത്തെ എൻ്റെ വീഡിയോസ് എല്ലാം കാണുമെന്ന്. അപ്പം അവൻ പറഞ്ഞ് ഇല്ല എൻ്റെ കളി കണ്ടിട്ട് ഫാനായതാണെന്ന്. എന്ത് കളി? ഞാനിത് തന്നെ കളിച്ചോണ്ടിരിക്കും. ജയിച്ചാൽ ജയിക്കും, തോറ്റാ തോക്കും. അതിൽ മിക്കതും ഞാൻ തോറ്റാ അരിയിട്ടുണ്ടാവും. എന്നിട്ടും അവൻ എൻ്റെ ഫാനായി. അതാരാണെങ്കിലും ഷൗട്ട് ഔട്ട്. എനിക്ക് ഷൗട്ട് ഔട്ടിന് അർത്ഥം അറിയുള്ളൂ. പിന്നെ ഷൗട്ട് ഔട്ട് ഹിം. നമുക്ക് 4 വിൻ സ്ട്രൈക്ക് ഉണ്ടല്ലോ. വേറെ പൊട്ടാനായതുണ്ട്. പൊടിച്ചു വാടാ കളിക്കാടാ. ബാടാ കൊച്ചെ ബാ. ഉണ്ടായില്ലവൻ ജഡ്ജും ഞാൻ കളിക്കാമല്ലോ. ഇവൻ്റെ അടുത്ത് ഞാൻ തോക്കും. ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് കളി തന്ന. ഈ വീഡിയോയിലത്തെ ലാസ്റ്റ് കളിയായിരിക്കും കഴിച്ചത്. ഞാൻ എൻ്റെ ഫ്രണ്ട് അൾട്രാ ഡ്യൂഡിൻ്റെ വീഡിയോയിൽ ഞാനുണ്ട്. അൾട്രാ ഡ്യൂഡിൻ്റെ അവൻ്റെ വീഡിയോയിൽ മുമ്പ് അവനെ സബ്സ്ക്രൈബ് ചെയ്ത് അവനെ ഹെൽപ്പ് ഔട്ട് പാവല്ലേ. അവനെ ഹെൽപ്പ് ഔട്ട് ചെയ്തോ നിങ്ങൾ. ഇതേമാതിരി ഞാൻ ചാവും. ഇപ്പം ചത്തേനെ. എടാ അവൻ കുറച്ച് സീനാണല്ല. അവൻ നൈഫാണോ? അല്ലല്ല ഞാൻ ലീവ് കളഞ്ഞാല വേണ്ട. നിങ്ങൾക്ക് അവിടെ ലൈൻ കാണുന്നുണ്ടെങ്കിൽ എനിക്കും ചെയ്യാൻ പറ്റൂല കേട്ടോ. എൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ എന്ന് പറഞ്ഞല്ല.
റെക്കോർഡ് ചെയ്യുമ്പോൾ അങ്ങനെ കാണാൻ ചാൻസ് ഇല്ല. കണ്ടാലാണെന്തോ ബെറ്റ് എന്നൊക്കെ പറയാനുണ്ട്. ഞാൻ പറഞ്ഞല്ല അവനോട്. ഞാൻ പറയാട്ടെ, ഐ ആം എ YouTuber. പക്ഷേ അത് ഹാഷ്ടാഗിലുള്ള എന്തിനാണ്? ഇൻ വീഡിയോ പറഞ്ഞല്ല. എടാ നീ ഒരു വീഡിയോയിലുണ്ടാ, നീ ഒരു വീഡിയോയിലുണ്ട്. ഏയ്യോ ബ്രോ, എന്താണ് വായി തോന്നിയ വാക്കൊക്കെ പറഞ്ഞ? എൻ്റെ ഫാൻസിനെ നീ സാഡാക്കോ? ലോ ആണ്, കണ്ടാ മനസ്സിലാവില്ല ബ്രോ. ലൈക്ക് എടാ റയച്ചീൽ എടുക്കണടാ ദ്രോഹി. എടാ മോനെ നോ വൺ കെയർ. നല്ല കളഞ്ഞാലോ. നല്ല ദേഷ്യം പിടിക്കുന്നുണ്ട് ഞാൻ. ഇവൻ ചത്ത്, ഇവന് ആളെ ഒരു കില്ലും കൊടുത്ത ആളാ ഞാൻ കൊല്ലാൻ. നല്ല ബെസ്റ്റ്. എൻ്റെ സ്ട്രൈക്കും പോയി. ഗായ്സ് വീഡിയോ അത്രേ ഉള്ളൂ, അവൻ്റെത് അറിയട്ടെ. അപ്പം എന്ത് പറയാനാണ്, വീഡിയോയുടെ ടൈറ്റിൽ ഇടാം. എന്നെ ആരോ എന്തൊക്കെയോ വിളിച്ചെന്നൊക്കെ പറയാം. അപ്പം ഫസ്റ്റ് വീഡിയോ സപ്പോർട്ട് വേണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നെക്സ്റ്റ് വീഡിയോ